മിസ്റ്റർ പി പി പ്രൊസീഡ്. യുവർ ഓണർ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ദുർഗ കല്യാണം കഴിഞ്ഞിട്ടും പണമുണ്ടാക്കാൻ തെറ്റായ വഴിയിലൂടെ യുവാക്കളെ പറ്റിച്ച് തന്റെ വലയിലാക്കി സമൂഹത്തിന് ചീത്തപ്പേരുണ്ടാക്കിയിരിക്കുകയാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഈ ദുർഗയ്ക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ദുർഗ, നിങ്ങൾ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നുണ്ടോ? കോടതിയിൽ നിങ്ങൾ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾ വാ തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മൗനം സമ്മതമായി കോടതി കണക്കാക്കും. പ്രതിയായ ദുർഗ ഒന്നും സംസാരിക്കാത്തതുകൊണ്ട് കുറ്റം ചെയ്തതായി കോടതി കണക്കാക്കി ആദ്യ തെറ്റ് എന്ന രീതിയിൽ അവർക്ക് 5000 രൂപ ഫൈൻ വിധിച്ച് ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ലെന്നും കോടതി അവരെ ശാസിച്ച് ഈ വിധി പറയുന്നു. The court is adjourned. ഹലോ, അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരനോടും എന്നെപ്പോലെ യൂണിഫോം ഇട്ട പോലീസുകാരനോടും മുട്ടാൻ നിന്നാൽ എന്താ നടക്കുക എന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഇതേ നാടൻ കെട്ടി നിൽക്കുന്നു, മാനവും പോയി. അത് ഞാനല്ല പറഞ്ഞത്, അത് കോടതി മുദ്ര വെച്ച് എഴുതി തന്ന സർട്ടിഫിക്കറ്റാണ് പറയുന്നത്. അവനെ ഇങ്ങോട്ട് ഇറക്ക്. ഇറങ്ങടാ. ഇനിമേൽ കേസ് കോപ്പ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷന്റെ പരിസരത്തെങ്ങാനും കണ്ടുപോയാ അടുത്ത പ്രാവശ്യം നേരിട്ട് ജയിലിലേക്കാ. എടോ ശിവ സാർ, ഇതുവരെ ഞാൻ എത്ര എൻകൗണ്ടർ നടത്തി? ഒന്ന് ന്യായമായിട്ടാണോ അന്യായമായിട്ടാണോ സാർ? കേട്ടില്ലേ? ഈ ചുറ്റുവട്ടത്തിൽ എവിടെയെങ്കിലും ഇനി നിങ്ങളെ കണ്ടാൽ അവനെ യൂണിഫോം ഇട്ടിരിക്കുന്ന അത്രയും കാലം നമുക്ക് അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നാണം കെട്ടത് മതി. നമുക്ക് വീട്ടിലേക്ക് പോകാം ദുർഗ. സ്റ്റേഷന്റെ മുമ്പിൽ എന്ത് ന്യൂസൻസ് ആയത്? എന്താടാ ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് ബുദ്ധിയായില്ലല്ലേ? കൊന്നുകളയും റാസ്കൽ. എടാ, ഇവക്കോ വിവരമില്ല. ഒരു പുരുഷനാ നീയല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതുവരെ നീ ഈ സേതുപതിയുടെ നല്ല മുഖമേ കണ്ടിട്ടുള്ളൂ. ഞാൻ വയലന്റ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ, സാർ ആളുകൾ നോക്കുന്നു സാർ. മര്യാദയ്ക്ക് നിങ്ങൾ തന്നെ ഈ സമരപ്പന്തല് പൊളിക്കുന്നോ അതോ ഞങ്ങൾ പൊളിക്കണോ? നീതി വേണം. ശരി, തരാവല്ലോ, ഉറപ്പായിട്ടും തരാം. പക്ഷേ എൻ്റെ നീതി എന്തുമാത്രം അനീതിയായിരിക്കുമെന്ന് നീ ജീവിതത്തിൽ മറക്കുകയില്ല.
സാർ കുറച്ചൊഴുക്കി സാർ. എടോ ശവം, എൻ്റെ പേര് ശവന്നല്ല സാർ, ശിവന്നാ സാർ. എന്തായാലും എന്താ ശബ്ദം വന്നാ പോരെ? ആ എന്തു കൂതറ സാധനോടെ ഇത്, എത്ര അടിച്ചിട്ട് കേൾക്കുന്നില്ല. സ്റ്റേഷനിൽ വെച്ച് വേണോ സാർ? രാമയ്യ സാർ നമസ്കാരം. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുക. അയ്യോ, ഞാൻ വെറൊരു പാവാണ് സാർ. ആ ദുർഗയുടെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കണം. അതാണ് വിഷയം. ദുർഗ എത്രയൊക്കെ അടിച്ചിട്ടും പൂസാവാത്തതിൻ്റെ കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മളെല്ലാവരും ഇല്ലില്ലില്ല, എല്ലാവരും ചേർന്നല്ല, ഞാൻ മാത്രമാണ് നീതി കൊടുക്കണം. കറക്റ്റ് സാർ. ചുറ്റുവട്ടത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങളെപ്പോലെ നീതി നടപ്പിലാക്കാൻ ആർക്കും പറ്റില്ല സാർ. സാറിന് കാക്കിക്കുപ്പായ ഉള്ളതുകൊണ്ടാ രക്ഷപ്പെട്ടു പോകുന്നത്. എടോ ശിവ, സാർ നീ എന്നെ പുകഴ്ത്തിയതാണോ അതോ എനിക്കിട്ട് വെച്ചതാണോ? നിങ്ങളുടെ ഗുണഗണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാണ് സാർ. ഓ, പോലീസിനെ കാലനോട് ഉപമിക്കുന്നത് എന്തിനാണെന്ന് സാറിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് സാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാലനെ പോലെയാണെന്നാ? ആ ദുർഗയ്ക്ക് നീതി കൊടുക്കണ്ടേ സാർ? വാ സാർ പോവാ. വരൂ സാർ, വരൂ സാർ. അല്ല, നീ എങ്ങോട്ടാടാ? ദുർഗയ്ക്ക് നീതി കൊടുക്കാൻ സാർ. അയ്യോ, ദുർഗയ്ക്ക് സാറ് മാത്രമേ നീതി കൊടുക്കുള്ളൂ. പോവാ സാർ. സാർ, ദുർഗേനെ ഒന്നും ചെയ്യരുത് സാർ. രാമയ്യ, ദുർഗയ്ക്ക് നീതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പാവല്ലേ, വേണമെങ്കിൽ നീ പോരെ. നീതി കൊടുക്കാൻ വന്നതാ. പേടിക്കണ്ട, ഞാനാ നീതി തരാൻ വന്നതാ. നീതി വേണമെന്ന് പറഞ്ഞില്ലേ? സാർ പ്ലീസ് സാർ, സാർ പ്ലീസ് സാർ, എൻ്റെ ഭാര്യ ഒന്നും ചെയ്യില്ല സാർ. സാറിന് കാല് പിടിച്ച് ഞാൻ ചോദിക്കാം സാർ, അവളെ വെറുതെ വിടണം സാർ. പ്ലീസ് സാർ, സാർ പ്ലീസ് സാർ, സാർ അവളെ വെറുതെ വിടണം സാർ. പ്ലീസ് സാർ, കാല് പിടിക്കാൻ വേണ്ടി വന്നല്ലേ? പ്ലീസ് സാർ, സാർ സാർ പ്ലീസ് സാർ, സാർ വെറുതെ വിടണം. ശിവ, ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് ഭാര്യയ്ക്ക് നീതി കൊടുക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവനെ പിടിച്ചോണ്ട് പോകും. ശരി സാർ. സാർ 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 പ്ലീസ് സാർ, സാർ 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 വേണ്ട സാർ, സാർ വേണ്ട സാർ, പ്ലീസ് സാർ, സാർ വെറുതെ വിടണം സാർ. ഞാൻ നിനക്ക് നീതി തരാം. നിക്ക്, ഞാൻ പറഞ്ഞു നോക്ക്. ഞാൻ നിനക്ക് നീതി തരാൻ വേണ്ടി വന്നതാ. ഞാൻ നിനക്ക് നീതി തരാടി, നീതി തരാം. അവിടെ നിൽക്കാം, വാശി പിടിക്കേണ്ട, പറയുന്നത് കേൾക്ക് നീ. അവിടെ സാർ നിർത്ത് സാർ, ഇത് വളരെ മോശമാണ്. ഇടോ, തണ്ട പണി നോക്ക്. ദുർഗ, അവിടെ അവിടെ നിക്കടി, നിനക്ക് നീതി തരാൻ വേണ്ടി അവിടെ നിക്ക്. ഏയ് ഏയ്, നിങ്ങളൊക്കെ ആരടാ? നിർത്തടാ, നിർത്ത. ഓ സൂര്യ, നിനക്കെന്താ കാര്യം ഇവിടെ? എത്ര സസ്പെൻഷൻ കിട്ടിയാലും തന്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ല അല്ലേ? എന്താ സാർ നീതി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിക്കളഞ്ഞേ? ചെയ്യ് സാർ, ഇവര് ക്യാമറയെല്ലാം ഓഫ് ചെയ്തോളും. ചെയ്തോളൂ. ദുർഗ, ഇനി ഈ വഴിക്ക് വരില്ല സാർ. നിങ്ങൾ കണ്ടതോടെ ശരിക്കും നടുങ്ങിപ്പോയിട്ടുണ്ട്. എനിവേ, ഒരു പെണ്ണിന്റെ മാനം നിങ്ങൾ രക്ഷിച്ചല്ലോ. താങ്ക് യു സാർ.